ഞാൻ സൂയിസൈഡ് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചതല്ല. ദാറ്റ്സ് ഫൈൻ. ഞാൻ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. എന്റെ കല്യാണമാണ്, എന്റെ കാമുകനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ട മഞ്ഞ പത്രക്കാരും എല്ലാരും കൂടെ എടുത്തിട്ടു. ഞാൻ എന്റെ അമ്മയുടെ അച്ഛനെയും പറയത്തില്ല, അമ്മയുടെ അച്ഛനോട് ഞാൻ കള്ളം പറയാറുണ്ട്. കാരണം അല്ല സത്യം, പ്രൊഫൈലിൽ 5000-4000 എന്തൊക്കെയോ ഫോളോവേഴ്സ് ഉള്ളതെന്ന് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് 6.5 ലക്ഷമോ 7 ലക്ഷത്തിന്റെ അടുത്തിരിക്കും. അറിയോ, നമുക്ക് ഈ സൊസൈറ്റി എന്നുള്ള പ്രഷറും വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പ്രഷറും പല പ്രഷർ വരുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ടു ഡു വാട്ട് എവർ വി വാണ്ട്. ഇത് ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നത് എന്തൊക്കെ നടക്കുന്നത്. അതാ പറഞ്ഞത്, ഇതിലും കൺഫ്യൂഷൻ ആയിരിക്കും ഈ നാട്ടുകാർക്ക്. ഹായ്, ഹലോ, വെൽക്കം ടു ഹാർട്ട് വിത്ത് നീതു കൃഷ്ണ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എൻ്റെ ഫ്രണ്ടാണ്, ആക്ട്രസ് ആണ്, RJ ആണ്. ആൻഡ് മിനി സ്ക്രീനിൽ ആളുകൾക്ക് ഭയങ്കര ഫെമിലിയർ ആയി. നമ്മളുടെ വീട്ടിലേക്ക് ഒരു കുട്ടി എന്നുള്ളൊരു ഫീല് വന്ന ഒരു ആക്ട്രസ് ആണ്. സോ വെൽക്കം ടു ദി ഷോ. ഞാൻ ഭയങ്കര ഫോർമൽ ആവുന്നുണ്ട്. ഞാനേ നീ മിനി സ്ക്രീനില് വീട്ടിലൊക്കെ പറഞ്ഞപ്പോ ഞാൻ മിനി സ്ക്രീനിൽ നിങ്ങൾ കണ്ടിപ്പോ വീട്ടിലിരിക്കുന്ന ഞാൻ ആക്ച്വലി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത് മുഴുവൻ ശ്രുതി എന്ന് പറഞ്ഞിട്ടാ. പക്ഷെ എനിക്ക് അത് കൺട്രോൾ ചെയ്ത് നീ ഇതിനാവാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാം പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണേണ്ടത് 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആയിട്ടാണ്. അതുകൊണ്ട് ഇവൾ എന്നെ നീ എന്ന് അഭിസംബോധന ചെയ്യും. അത് നിങ്ങൾക്കൊരു തെറ്റായിട്ട് തോന്നരുത്. കാരണം കുട്ടി അച്ചടി ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതിപ്പോ എനിക്ക് മിക്കവാറും എന്റെ ആക്ച്വൽ സെൽഫ് വരും. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അല്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. കാരണം നമ്മൾ കുറെ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്. ഇപ്പൊ ഇനി താഴാൻ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് നല്ല കാര്യമില്ല. ഞാൻ പറയാം, കുറെ നമ്മൾ ട്രൈ ചെയ്ത് കുറെ തവണ പോസ്റ്റ്പോൺ ആയി പോയിട്ടാണ് നമുക്ക് കിട്ടിയത്. സോ ഒരു 3 മാസം. അപ്പൊ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ശ്രുതിനെ ഞാൻ മീറ്റ് ചെയ്യണ 2018 നമ്മൾ രണ്ടുപേരും മീറ്റ് ചെയ്യണേ. ഒരു ഓഡീഷന് വേണ്ടിയിട്ടാണ് മീറ്റ് ചെയ്യണേ. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ. എന്നിട്ട് ഓഡീഷന് ഞാൻ പകുതി ആയപ്പോ പോയി, ഇവള് ലാസ്റ്റ് റൗണ്ട് വരെ നിന്നു. അതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടുപേരും ആദ്യം അവർ തന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതായിരുന്നു. അത് കഴിഞ്ഞ് തോന്നുന്നു ആ മൂവി നടന്നില്ല, അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായി, നടന്നില്ല. പിന്നെ ഞാൻ ശ്രുതിനെ കാണുന്നത് 2020-21 ടിവിയിലൂടെയാണ്. അപ്പൊ എനിക്ക് അന്ന് കണ്ട നല്ല ഓർമ്മയുണ്ട്. ബിക്കോസ് ഒരു 3/4 ഒക്കെ ഇട്ട് എന്നീ ഒരു ബ്ലൂ ടോപ്പോ അങ്ങനെ എന്തോ ഇട്ടിരുന്നു. അന്നത്തെ എനിക്ക് പക്ഷെ ഇവളെ നല്ല ഓർമ്മയുണ്ട്. ഇവക്ക് ഇങ്ങനെ നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ശാലീന സുന്ദരിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പുറകിൽ ഓഡീഷൻ വന്നിരിക്കുമ്പോ എന്റെ ഫ്രണ്ടിന്റെ തന്നെയാണ്, അതായത് അത് ചെയ്തിരുന്നത് സൂര്യയാണ്. സൂര്യയുടെ ഷോർട്ട് ഫിലിമിൽ ഞാൻ ഹീറോയിനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ പടം എടുക്കുന്നതെന്ന് പറഞ്ഞ ഓഡീഷന് വിളിച്ചത്. അപ്പൊ അന്ന് എന്തോ രാവിലെ തൊട്ടില്ലായിരുന്നു ഓഡീഷൻ. അപ്പൊ ഞാൻ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനപ്പോ നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഭയങ്കര ജാടയൊക്കെ ആയിട്ട് ഒരുത്തി ഇങ്ങനെ ഭയങ്കര ചുരിദാറൊക്കെ ഇട്ട് ശാലീന സുന്ദരിയായിട്ട് വരുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു അതാ പോവാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ശരിക്കും നമ്മള് സ്കൂളിലെ കോമ്പറ്റീഷൻ പോലെ ആയിരുന്നു അല്ലെ. ഞങ്ങൾ ഇങ്ങനെ ഓരോ റൗണ്ട് ഓഡീഷൻ കഴിയും, ഓരോരുത്തർ പോകും, രക്ഷപ്പെട്ടു. ഫസ്റ്റ് റൗണ്ട് പാസ്സായി, സെക്കൻഡ് റൗണ്ട് അങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ വേറൊരു കുട്ടിയും കൂടെ കണ്ടു ഉണ്ടായിരുന്നു. അങ്ങനെ വരെ എത്തി. പക്ഷെ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ ആയിരുന്നു അന്ന്. എനിക്ക് പോയേ പറ്റുള്ളായിരുന്നു. അപ്പോഴത്തേക്ക് ഏതാണ്ട് 7 മണി എങ്ങാണ്ടോ ആയി. അപ്പം എനിക്ക് പോണം എന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ എന്താ സംഭവിച്ചത്? അല്ല, അന്ന് പിന്നെ ഓഡീഷൻസ് പിന്നെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു റൗണ്ട് ഓഡീഷനും കൂടെ ഉണ്ടായി. അങ്ങനെ എന്തോ സംഭവിക്കണം. അപ്പൊ അന്നാ ഞാൻ ശ്രുതിനെ കാണുന്നത്. അപ്പൊ നിന്റെ പേഴ്സോണ ഭയങ്കര ഡിഫറെന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പെട്ടെന്ന് ഞാൻ ചക്കപ്പഴത്തിൽ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ആയി. ഞാൻ പഠിത്തം കാര്യങ്ങളിൽ പോകുമ്പോൾ നീ അന്ന് തൊട്ടേ അത് ട്രൈ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയുന്ന ഒരാൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എത്തി. പിന്നെ ഞാൻ എടുത്തു നോക്കുമ്പോൾ എനിക്ക് നിന്റെ പ്രൊഫൈലിൽ 5000-4000 എന്തൊക്കെയോ ഫോളോവേഴ്സ് ഉള്ളതെന്ന് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് 6.5 ലക്ഷമോ 7 ലക്ഷത്തിന്റെ അടുത്ത്. സോ ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. എന്നിട്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് എനിക്ക് തോന്നുന്നത് 2022 ശ്രുതി RJ ആളുടെ RJ ലോഞ്ചിനാണ് ഞാൻ വരുന്നത്. അപ്പോഴാണെങ്കിൽ എന്റെ മനസ്സിലുണ്ട്, പൊതുവെ നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആളുകൾ എന്തായിരിക്കും ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഭയങ്കര മടി പോയി സംസാരിക്കാൻ നിന്റെ അടുത്ത്. പക്ഷെ എനിക്ക് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ അങ്ങനെ കണ്ടാൽ മനസ്സിലായാലും പൊതുവെ ആളുകൾ സംസാരിക്കണം എന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നിന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഫീലേ ഉണ്ടായില്ല. നീ ഇങ്ങോട്ട് വന്നിട്ടാ സംസാരിച്ചേ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ശ്രുതി എന്റെ അടുത്ത് വന്നിട്ടാ സംസാരിച്ചേ. അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഞാൻ സംസാരിക്കാൻ ഇനീഷ്യേറ്റ് ചെയ്തത്. അല്ലാതെ ഞാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുമായിരുന്നു.
സോ ആ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമല്ല, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇത് നീ എൻ്റെ അടുത്ത് മാത്രമല്ല, ആക്ച്വലി എൻ്റെ ഫോട്ടോഗ്രാഫറിനെ ശ്രുതി ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. ആൻഡ് ചക്കപ്പഴം സെറ്റിൽ വന്ന സമയത്ത് അവൻ അങ്ങോട്ട് പോയി സംസാരിക്കണവനെ ദൂരം ആ ശ്രീഷ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ചേച്ചിക്ക് എന്താ ഒട്ടും ജാടിയില്ലാത്ത, ഇതാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. സോ ടെൽ മീ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീ ഇപ്പൊ റീച്ച് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ ഇവിടെ വരെ നിനക്ക് കേറിയിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിലോട്ട് നിനക്ക് ഇപ്പോഴും കേറിയെന്ന് എനിക്ക് ഒരു തോന്നലും ഇല്ല. എല്ലാവരും ചോദിക്കുക അതെന്താ തലയിലോട്ട് എടുക്കാത്ത. കാരണം എന്താന്ന് വെച്ചാല് പല സ്ഥലങ്ങളിലും ഞാനത് മറന്നു. ലൈക്ക് ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാനൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പലതും മറന്നു. അങ്ങനെ എനിക്ക് പണി കിട്ടിയ അവസരങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് എന്നെ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഐ റിയലി ലവ് ദാറ്റ്. എനിക്കത് പലരും കുറ്റപ്പെടുത്തി എന്നോട് പറഞ്ഞിട്ടുള്ളത്, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എന്നോട് പറയും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഐ നെവർ ഫെൽറ്റ് ദാറ്റ്. എൻ്റെ ഒരു നേച്ചറാണത്, അത് എൻ്റെ ക്യാരക്ടറാണ്. അതെനിക്ക് തോന്നുന്നു വന്നത്, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ അവരുടെ കൂടെ ഇരുന്നിട്ട് മറ്റേ സൈഡിൽ ഇരുന്നിട്ട് ഓരത്തിലിരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓഡീഷൻ, ഇപ്പം നിന്നെ അന്ന് കണ്ടു, അത് കഴിഞ്ഞ് ഞാൻ നീ ഡീവിയേറ്റ് ആയി പോയി. ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടെയും എനിക്കൊന്ന് 100-ലധികം ഓഡീഷൻ ഞാൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. 7 വർഷം കണ്ടിന്യൂസ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തതാണ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യന്മാരും ഞാൻ സംസാരിച്ചിട്ടുള്ള മനുഷ്യരും ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്, അന്ന് കണ്ടിട്ടുള്ളവരും. ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പേര് സജസ്റ്റ് ചെയ്യും, കിട്ടുന്നവർക്കൊക്കെ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് എനിക്കിതത്ര വലിയ ഭ്രമമുള്ള കാര്യമൊന്നും അല്ല. ലുക്ക്, ഭാഗ്യമുള്ളവർക്ക് നമ്മളിപ്പോൾ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്താലും ഹാർഡ് വർക്ക് ചെയ്താലും തലവര എന്നുള്ള ഉണ്ട്. എൻ്റെ എക്സാമ്പിൾ ആണത്. അപ്പം ഭാഗ്യമുള്ളവർക്ക് അത് വരും. ഇപ്പം ഈ പറയുന്ന പോലെ ഇന്നിപ്പം ഞാൻ ഹൈപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഇടിഞ്ഞ് താഴെയും വീഴാം. അപ്പം എനിക്ക് തിരിച്ച് താഴെ വരുമ്പം എനിക്ക് ആൾക്കാരും മനുഷ്യന്മാരും ഒക്കെ തന്നെ ഉള്ളൂ വീണ്ടും എൻ്റെ ലൈഫിൽ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് അത്രയും കാര്യമായിട്ടുള്ളവരാണെങ്കിലും നമ്മൾ കണ്ടു വളർന്നവരാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ കണ്ടാലും മൈൻഡ് ചെയ്യാതൊന്നും എനിക്കത് പറ്റേയില്ല. എനിക്കത് ബേസിക്കലി പറ്റില്ല. അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കൂടെയും എനിക്കത് പറ്റത്തില്ല. എൻ്റെ നേച്ചറിലുള്ളതല്ല. അതാണ് ഞാൻ നിന്നെ അന്ന് കണ്ടപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് എവിടെ നിന്നാണ് പെട്ടെന്ന്, കാരണം നീ മുടി ഷോർട്ട് ചെയ്തു, എൻ്റെ മനസ്സിൽ ശാലീന സുന്ദരിയായിരുന്നല്ലോ, ഇത് പെട്ടെന്ന് മോഡേൺ ആയിട്ട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെ. അതുകൊണ്ട് എനിക്ക് നിന്നെ നല്ല ഫെമിലിയർ ഉണ്ട്. അതാണ് ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അങ്ങനെ കമ്പനി ഉണ്ട്. ഞാൻ ട്രെയിനിൽ, അതായത് ഞാൻ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഏവിയേഷനൊക്കെ പഠിച്ചായിരുന്നു, ഞാൻ എയർ ഹോസ്റ്റസ് ആവാൻ. അപ്പം ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ടിരുന്നപ്പം അന്ന് കമ്പനി ആയവരുണ്ട് എനിക്ക്. ഇപ്പോഴും എൻ്റെ കയ്യിൽ അവരുടെ കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ഫോൺ ടോക്കിംഗ് പേഴ്സൺ അല്ല. എനിക്ക് അങ്ങനെ ചാറ്റ് ചെയ്യുന്നതോ ഫോണിൽ സംസാരിക്കുന്നതോ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ നേരിട്ട് വേണം ഞാൻ നല്ല സംസാരിക്കും, അത് അറിയാലോ, പൊതുവേ ഞാൻ നല്ല സംസാരിക്കും. അപ്പൊ അങ്ങനെ ഒരാളാണ്. അപ്പൊ എനിക്ക് ആ ബന്ധങ്ങൾ അവരുടെ ഒരു സ്പേസും കൊടുത്ത് നിലനിർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആ സ്ട്രഗിളൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ അതെടുത്ത് തലയിലോട്ട് കയറ്റാൻ അങ്ങനെ തോന്നിയിട്ടില്ല. അത് നമ്മൾ തലയിലോട്ട് കയറ്റിയാൽ അധപ്പതനം എന്ന് വിചാരിക്കുന്ന ഒരാളുടെ കൂട്ടത്തിലാണ് എനിക്ക്. ഇറ്റ്സ് ഓക്കെ. ഇത് ബാക്കിയുള്ള പ്രൊഫഷൻ പോലെ ഒരു പ്രൊഫഷൻ. നമ്മളിപ്പോ ഡോക്ടർമാരായിട്ടുള്ളവർ കാണുമ്പോൾ ഇങ്ങനെ അഹങ്കാരം കാണിക്കും. അത് അവരുടെ ബേസിക് നേച്ചറാണ്. അവരങ്ങനെയാണ്, എന്തോ വലിയ സംഭവമാണ് എന്നുള്ളത് അവർ തന്നെ വിചാരിച്ചിരിക്കും. ഇന്ന് സംഭവമായിട്ടുള്ളവർ നാളെ സംഭവം അല്ലാത്ത ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ നീ ഇടയിൽ ഒരു പോയിന്റ് മെൻഷൻ ചെയ്തത്, ആരെങ്കിലും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിന്നാൽ കഴിയുന്ന ഒരു സാധനം നീ ചെയ്യുന്നുണ്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ. അത് ആക്ച്വലി ഞാൻ ലാസ്റ്റ് ഞാൻ അതിലോട്ട് വരാം. ബിക്കോസ് അതിൽ എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. സോ നീ ഇപ്പൊ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്തത് ഒരു 7 വർഷം സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ റീസെന്റ് ആണ് ഞാൻ മറ്റേ 8 സുന്ദരികൾ, ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ്. 8 സുന്ദരികളിൽ ആ വായാടി കൊച്ച് ഈ കൊച്ചാണെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, അത് ഭയങ്കര കോമഡി കേട്ടോ. കാരണം അത് മറ്റേ പൊട്ടക്കണത്തിലെ തവളയാണ്. അതാണ് സത്യം. ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും ഇത് അറിയാവുന്നുള്ളതാണ്. പക്ഷേ അന്ന് അത് നിൽക്കുന്നത് എൻ്റെ മേക്കപ്പ് മാൻ ആണ്, പ്രദീപ് എന്ന് പറഞ്ഞത്. പ്രദീപേട്ടന് ഞാൻ ഇപ്പോഴും കമ്പനി ഉണ്ട്. പ്രദീപേട്ടൻ ഇപ്പൊ മഞ്ജു വാര്യറുടെ പേഴ്സണലായിട്ട് ചെയ്യുന്നുണ്ട്, തമിഴ് പടം ചെയ്യുന്നുണ്ട്, നല്ല കമ്പനിയിൽ തന്നെ ഉണ്ട്. അപ്പൊ പ്രദീപേട്ടന്റെ കൂട്ടുകാരനാണ് ആ പുറകിൽ നിൽക്കുന്നത്. അപ്പൊ പുള്ളി വന്നപ്പോ എടുത്തതാണ് ആ ഫോട്ടോ. അപ്പൊ എന്റെ കയ്യിൽ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പർട്ടിക്കുലർ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. ചേട്ടൻ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ഐ ഫെൽ സോ ഹാപ്പി. ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു പോയിന്റിലാണ് ചേട്ടൻ ഇതെനിക്ക് അയച്ചു തരുന്നത്. അപ്പോ എനിക്ക് തിരിച്ച് ഞാൻ എന്തോരം സ്ട്രഗിളിലൂടെയാണ് വന്നത് എന്നുള്ളതാണ് ഓർത്തത് ഞാൻ. അപ്പൊ ഞാൻ എന്നിട്ട് ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ആൽബം തപ്പി അയച്ചു തന്നതാണ്, ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയി, കാരണം അവിടുന്ന് നീ ഇവിടെ എത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും അവിടുന്ന് ഞാൻ ഇവിടെ എത്തി, വീണ്ടും ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഗെയിൻ ഐ എം സ്ട്രഗിളിങ്. അപ്പം ഇതൊരിക്കലും അവസാനിക്കുന്നില്ലല്ലോ എന്നാണ് അത് നോക്കിയത്. പക്ഷെ എന്നാലും അതെനിക്കൊരു ബൂസ്റ്റ് ആയിരുന്നു. ലുക്ക്, ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തു, ഇറ്റ് ഈസ് നോട്ട് ഈസി ടാസ്ക് എനിക്ക്. അപ്പം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്ത്.
പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറെ DMs-ഉം കുറെ പേരും പറഞ്ഞു, അയ്യോ ഈ കുട്ടിയാണോ താൻ, ഈ കുട്ടിയാണോ താൻ. Then only I understood ഇത് പകുതി പേർക്കും അറിയില്ല. അപ്പൊ I thought ശരി അതിന്റെ ഒരു മെമ്മറി ഷെയർ ചെയ്യാം. കാരണം ഒരുപാട് പേരുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര കളർഫുൾ ആക്കിയിട്ടുള്ള ഒരു സീരിയലാണ്. അപ്പൊ അത് കാരണം അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ക്ലിപ്പ് എടുത്ത് പോസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് പകുതി പേരും അറിയുന്നത്, എന്തിന് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവർ പോലും അറിയുന്നത്. എന്നിട്ട് എന്നോട് ഒന്ന് ചോദിച്ചു, നീ അതായിരുന്നു? ഞാൻ അതായിരുന്നു. അതിലും ഒരു ഇത് പറയാനാണെങ്കിൽ അതിലല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അതിനു മുന്നേ സംഗീത മോഹനൊക്കെ ചെയ്തിരുന്ന മാനസപുത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, ബൈക്കി മാമ, ബൈക്കി മാമ, ആ ആങ്കൊച്ച് ഞാൻ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ആൺകുട്ടിയായിട്ടാണ് ഞാൻ ആദ്യം വന്നത്. ആൺകുട്ടിയായിട്ട് അഭിനയിച്ച അന്ന് എല്ലാവരും ആൺകുട്ടിയാണെന്ന് വിചാരിച്ചിരുന്നത്. അന്നും എനിക്ക് മെന്റൽ ട്രോമയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അന്ന് എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റേ പാവാടയും ബ്ലൗസ് ഇടണം, പൊട്ട് കുത്തണം, കമ്മലിടണം, ഇതൊന്നും പറ്റത്തില്ല. എന്നെ മറ്റേ മൊട്ടച്ചീനെ പോലെ ഉണ്ടായിരുന്നത്. അന്നും എനിക്ക് ട്രോമ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആണെങ്കിൽ അല്ലാത്ത ട്രോമകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ 8 സുന്ദരികൾ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ആ സമയത്താണ് ഞാൻ ഭരതനാട്യം അരങ്ങേറ്റം ഞാൻ ആങ്കുച്ചായിട്ടാണ് ചെയ്തത്. അങ്ങനെ എന്റെ ലൈഫ് ഒരു ഭയങ്കര ഫണ്ണാണ്. ഞാൻ ആക്ച്വലി നീ ഇപ്പൊ എടുത്തിട്ടോണ്ട് എന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തതായിരുന്നു. അപ്പൊ ശ്രുതിനെ പേഴ്സണലി അറിയണവർക്ക് അറിയാം, നിനക്ക് ഹൈഡ് ചെയ്താലും നീ എത്ര സാരി എടുത്താലും നിനക്കൊരു ടോം ബോയ് നേച്ചർ ഉണ്ട്. ലൈക്ക് ഐ ഓൾവേസ് ഫീൽ നീ മറ്റേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ ഇടുമ്പോഴേ ഞാൻ ഭയങ്കര കറക്റ്റ് ആണല്ലോ ഈ കോസ്റ്റ്യൂമില്. സോ എങ്ങനെയായിരുന്നു ഒരു ടോം ബോയ് നേച്ചർ ഉണ്ടല്ലോ, നിനക്കത് തോന്നിയിട്ടില്ല? ആ ടോം ബോയ് നേച്ചറിൽ നീ ചെയ്തിട്ടുള്ള ഏറ്റവും നോട്ടി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഓർമ്മ ഉണ്ട്? അത് കോളേജ് ലൈഫ് ആയിക്കോട്ടെ, അല്ലാതെ എവിടെയെങ്കിലും ഒക്കെ എന്തായാലും ടോം ബോയ്സ്, ഐ ലൈക്ക് ടോം ബോയ്സ്. വെളി പറയാൻ കൊള്ളാവുന്ന പറയാം. ഇറ്റ്സ് ലൈക്ക് എനിക്കത് ബേസിക്കലി എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആൺകൊച്ചായിട്ടാണ്. അപ്പം ഈ 2nd സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മളൊരു ആൺകുട്ടിയായിട്ട് അഭിനയിക്കുമ്പോൾ, ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ ആൺകുട്ടിയായിട്ട് അഭിനയിക്കുന്ന ആദ്യം. അപ്പം നമ്മളുടെ ക്യാരക്ടറും അതുമായിട്ട് അഡാപ്റ്റ് ആയി പോകും. കാരണം ഒരു ആൺകൊച്ചാണ്, ആൺപിള്ളേർ ആ പ്രായത്തിൽ കാണിക്കുന്ന കുരുത്തക്കേടെല്ലാം കാണിക്കും. പിന്നെ ഞാൻ എൻ്റെ ആ ടൈം മൊത്തം സ്പെൻഡ് ചെയ്തത് എൻ്റെ അച്ഛനുമായിട്ടാണ്. കാരണം എൻ്റെ അച്ഛൻ ഈസ് അഡിക്റ്റ്, സിനിമ അഡിക്റ്റ് ആണ്. അപ്പൊ അച്ഛൻ എന്നെ എങ്ങനെയെങ്കിലും ഈ ഇൻഡസ്ട്രി കൊണ്ടുവരണം എന്ന് പറഞ്ഞ അച്ഛനാണ്. അമ്മയും ഉണ്ട്, പക്ഷെ അന്ന് എൻ്റെ അനിയൻ കുഞ്ഞായിരുന്നത് കൊണ്ട് അമ്മ അനിയൻ്റെ കൂടെ ആയിരുന്നു, അച്ഛനാ വന്നോണ്ടിരുന്നത്. അപ്പം കൂടുതൽ എൻ്റെ സംസാരങ്ങളും എൻ്റെ ഷെയറിങ്ങും എല്ലാം ഈ അമ്മമാരുമായിട്ട് വേണ്ട ടൈം മൊത്തം ഞാൻ അച്ഛനുമായിട്ടാണ് സ്പെൻഡ് ചെയ്തത്. അപ്പൊ എൻ്റെ നേച്ചറും അതേ കുരുത്തക്കേട് കൂടെ ആയിരുന്നു. എൻ്റെ അച്ഛൻ ഒട്ടും മോശമല്ല കേട്ടോ, കുരുത്തക്കേട്. അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് എൻ്റെ കൂടെ തന്നെ അങ്ങ് വളർന്നു വന്നു. എനിക്കും പൊതുവേ തോന്നിയിട്ടുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ ഇപ്പം വണ്ടി ഓടിക്കാനായിട്ടാണെങ്കിലും എന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അപ്പൂപ്പനാണ്. അപ്പം അപ്പൂപ്പൻ ഇങ്ങനെ പലിശക്കൊക്കെ പൈസ കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൂപ്പന്റെ കൂടെ പലിശക്ക് പിരിവിന് പോകും. അവിടെ ചെന്ന് അപ്പൂപ്പൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അപ്പൊ ഞാനും കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കും ഇതുപോലൊക്കെ എനിക്ക് ദേഷ്യപ്പെടണം. അങ്ങനെ വന്നു. പിന്നെ അത് താട പൈസ അതൊക്കെ ഉള്ള സാധനം. അപ്പൊ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അച്ഛനാണ് നോക്കിയപ്പം ഞാൻ ബൈക്കിലാണ് എനിക്ക് കൂടുതൽ ക്രേസ്. അങ്ങനെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു. അപ്പം ഇറ്റ് ഇസ് ലൈക്ക് അതെൻ്റെ ഒരു നേച്ചറിൽ തന്നെ. പിന്നെ ഒരു ഇൻസിഡന്റ് പറയാനാണെങ്കിൽ, ഞാൻ PG പഠിക്കുന്ന സമയത്ത് പൊതുവെ അറിയാലോ ഗ്യാങ്ങിൽ കുരുത്തം കെട്ടത് ഞാൻ, അവരുടെ വീട്ടുകാരുടെ വൈന്നും ഞാൻ തന്നെ കേൾക്കും. അപ്പൊ അങ്ങനെ പോയി ആക്സിഡന്റ് ആയി വണ്ടി. എന്റെ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഓടിക്കാൻ പഠിച്ചപ്പോൾ പോലും ആക്സിഡന്റ് ആയിട്ടില്ല. ഫസ്റ്റ് ടൈം അത് ഞാൻ പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു വല്യപ്പൻ വന്ന് ഇടിച്ചു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വീണേ. അപ്പോഴും എനിക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ഞാൻ നോക്കുന്നില്ല, പോയി വല്യപ്പൻ എന്തെങ്കിലും പറ്റിയോ നോക്കി. വല്യപ്പനൊന്നും പറ്റിയില്ല. എൻ്റെ കൂട്ടുകാരി അപ്പോഴേ മറ്റേ കാലിലൊന്ന് ചതഞ്ഞു, ഈ ചെറുവിരല്. അപ്പോഴേ അവള് മറ്റേ കരഞ്ഞ് കൂവി, മായെന്നാ പേര്, അവള് കരഞ്ഞ ആകെ സീന്. അപ്പൊ പിന്നെ ഞാൻ ഇവളെയും പിടിച്ചോണ്ട് ഈ സ്കൂട്ടറിൽ തന്നെ കയറ്റി ഇരുത്തിയിട്ട് വന്നു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അവളുടെ ചതവുണ്ട്, 2-3 ദിവസം 6 ദിവസം റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വന്ന് രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് കാല് വേദനയുണ്ട്, ഞാനൊന്നും മിണ്ടുന്നില്ല. രാത്രി ആയപ്പോ കാല് മന്ത് പോലെ നീര് വെച്ച് മുട്ടൊക്കെ കരയണമെന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടേക്ക് ഞാൻ എന്നിട്ട് ഈ കാലം കൊണ്ട് നടന്നാ പോയിട്ടോ. നടന്നു പോയി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലായത്. അപ്പൊ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ പൊട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ എന്നെ പിടിച്ചോന്ന് പറഞ്ഞ് ഞാൻ കാല് നോക്കി പൊട്ടിന്ന് പറഞ്ഞു ഞാൻ പറയാം. അതുവരെ നടന്നു പോയെ. എന്നിട്ട് ഇത് പറഞ്ഞ് കിടക്കുക. കിടന്നു കഴിഞ്ഞപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ഹൈപ്പർ ആയിട്ടാണ് നിൽക്കുന്നത്. അതും കോളേജ് ടൈമിലൊക്കെ. ഇപ്പൊ പിന്നെയും കുറച്ചുകൂടെ ഒതുങ്ങി. കോളേജ് ടൈമിലൊക്കെ വൻ തലിപൊളിയാ. എനിക്ക് തോന്നുന്നു നീ അന്ന് നമ്മൾ സെറ്റിലുള്ളവർ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ഇവള് സെറ്റിൽ നിന്ന് മറ്റേ ലുങ്കി ഒക്കെ എടുത്തിട്ടാ പോവാ. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും ലുങ്കി ഒക്കെ എടുത്ത് പോകുന്ന. അപ്പോൾ റെഡി ഞാനിത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കോളേജിൽ പഠിക്കുന്ന കാലത്തെ
ലുങ്കി എടുത്തിട്ട് ക്ലാസ്സിലൊക്കെ പോവായിരുന്നു. എനിക്ക് പൊതുവെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്ത് പോവാന്നുള്ളതാണ്. അതിപ്പോ ആര് ചോദിച്ചാലും ദാറ്റ് ഈസ് ഇറ്റ് എന്നുള്ളതാണ്. അത് ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടി പോരാടുകയും ചെയ്യും. അതെന്താ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് കാലൊടിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കിരുന്ന് ബോറടിച്ചു. അപ്പൊ ലീവായപ്പോൾ എല്ലാവരും പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മളെ റൂംമേറ്റ്. പുള്ളിക്കാരി പഠിക്കുകയല്ല, പുള്ളിക്കാരി വർക്ക് ചെയ്യാണ്. നമ്മൾ PG ആയിരുന്നു, എന്ന് വെച്ചാൽ വീടെടുത്താ നിന്നിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അളിയ എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇപ്പൊ പോവാന്ന് പറഞ്ഞാൽ എങ്ങനെ പോവാനാ, കാലൊടിഞ്ഞിരിക്കുക. ഇന്നിപ്പോ കാറുണ്ട്, അന്ന് കാറൊന്നും ഇല്ലല്ലോ. ഇവൾക്കൊരു സ്കൂട്ടർ ഉണ്ട്. ഞാൻ പറഞ്ഞു സ്കൂട്ടർ എടുത്തോ, ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കാലൊടിഞ്ഞ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഇതിൽ കയറിയിട്ട് ഞങ്ങൾ പോയി ചായക്കട നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഇങ്ങനെ മാറി ഓടിച്ച് അങ്ങനെ കാലൊടിഞ്ഞ ഒറ്റക്കാലി വീണ അവളുണ്ടല്ലോ കുത്താൻ പുറകില്. അങ്ങനെ ഞങ്ങള് കോയമ്പത്തൂരിന്ന് ഊട്ടി പോയി അവിടുന്ന് ഓംലെറ്റും കട്ടൻ ചായയും കുടിച്ചിട്ട് തിരിച്ചു. കാലൊടിഞ്ഞിരിക്കുമ്പോ ഇപ്പോഴും ഫോട്ടോ ഉണ്ട് എന്റെ കയ്യിൽ അതിന്റെ. എന്നിട്ട് അവള് പറയും ഇത്രയും വട്ട് പിടിച്ചോളത്തിനെ കണ്ടിട്ട്. ഇപ്പൊ എന്നിട്ട് അവളിങ്ങനെ ചോദിക്കും, നീ ഇങ്ങനെ ഒതുങ്ങിയതിൽ എനിക്ക് എന്തോ വലിയ ഇപ്പൊ ഒതുങ്ങിയതെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സമ്പർക്കം വന്നപ്പോഴത്തേക്ക് ഒതുങ്ങിയതാ. ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ ഏർജൊക്കെ ഉണ്ടാവാറുണ്ട്. ആരെങ്കിലും എന്നോട് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തൊരയാ അതൊന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എനിക്ക് തോന്നി ഈ ടോംബോയ് നേച്ചറിൽ നിന്ന് തന്നെ വന്നതാണ്. ഇപ്പോ നിന്നെ കൺസിഡർ ചെയ്യുമ്പോഴേ നീ പേഴ്സണലി നിന്റെ ഭയങ്കര വലിയൊരു സ്ട്രെങ്ത് ആയിട്ടും ഭയങ്കര എനിക്ക് സീനാണല്ലോ എന്റെ ഈ നേച്ചർ എന്ന് തോന്നിയ 2 നേച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? ആൾക്കാരെ വിശ്വസിക്കുന്നത്. അത് ആക്ച്വലി പണി കിട്ടുന്ന സാധനം. അതാ പണി കിട്ടുന്നതാണ്. അത് സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. ഇപ്പൊ നേരത്തെ ആയിരുന്നു. അപ്പം അത് എന്റെ ഭയങ്കര ഒരു സ്ട്രെങ്ത് ആയിരുന്നു. എനിക്കിപ്പോ ആരെങ്കിലും വന്നൊരു വിഷമം പറഞ്ഞാലോ അത് ഞാൻ ജസ്റ്റ് കേട്ടിട്ട് വിടത്തില്ല. ഇപ്പൊ നീ ഇപ്പൊ എന്നോട് വന്നിട്ട് എനിക്കിങ്ങനെ കയറണം എന്നുണ്ടടി, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആണോടാ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു വിടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇപ്പൊ എന്റെ കേസിലാണെങ്കിലും എനിക്കറിയാവുന്നവരുണ്ട്. അങ്ങനെ ഞാൻ പൊതുവെ ചെയ്യത്തില്ല. എന്റെ മൈൻഡിൽ അത് ഉണ്ടാവും. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ ഇത് എങ്ങനെ കുത്തിത്തിരികി ഇവരെ കയറ്റാം എന്നുള്ളത് നോക്കും. അതെനിക്ക് പണി തന്നവരെ ഞാൻ കയറ്റിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് പണി തന്നവരെ കയറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറ്റേ ആലുവ മണപ്പുറത്ത് വെച്ച കണ്ട പരിചയമില്ലാതെ അവര് പോയിട്ടുണ്ട്. അപ്പൊ അത് കാരണം അതെന്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനായിരുന്നു എന്റെ അച്ഛനും അമ്മയും മാത്രമല്ല എന്നെ പേഴ്സണലി അറിയാവുന്നവര് ഈ പറയുന്നത് പോലെ സജസ്റ്റ് ചെയ്യരുത്. എന്തിനാണ് നീ വെറുതെ, കാരണം എന്റെ ലൈഫിൽ അത്രയും എന്നെ ഒരു ഡിപ്രസിങ് പോയിന്റിൽ എത്തിച്ച ആൾക്കാരാണ്. അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നവരല്ലേ. നമുക്കിപ്പോ ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്കൊരു ഗുണമാവെന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോ അവർ എന്നെ പുന്നീന്ന് കുത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് കണക്കായി അപ്പം പക്ഷെ ഞാൻ അതിനകത്ത് സ്ട്രെങ്ത് എന്ന് പറയുന്ന സൈഡും ഇല്ലേ, അതാണ് പറഞ്ഞത്. ഞാൻ അതിനകത്ത് കാണണമെന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങനെ ആയിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ആണെന്നില്ല. ഇപ്പം സപ്പോസ് നിന്റെ അടുക്കൽ വന്ന് അത് ഈ സംഭവം കഴിഞ്ഞിട്ടാണ് അവള് പറയത്തില്ല. അപ്പൊ ഓക്കെ അതവിടെ നിക്കട്ടെ, മ്യൂട്ടായിട്ട് നിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത് പറയാനുള്ള സാധനം, അതുകൊണ്ട് നീ അത് പറയണ്ട. ഓക്കെ, അപ്പൊ ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും ഞാൻ ഇതുപോലെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ലൈക്ക് അത് എന്റെ ബേസിക് നേച്ചറാണ്. അതെന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എനിക്കിപ്പോ കാണാൻ പറ്റുന്നു. അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനോ അവർക്ക് അവരുടെ ഒരു ക്യാരക്ടർ കാണിക്കാനോ പറ്റുന്നില്ലെങ്കിൽ അത് എല്ലാ കാര്യത്തിലും വേണം. അതായത് നമ്മളോട് ഒരാളിപ്പോ ഒരു കാര്യം ചെയ്തു തരുന്നത് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്തു തരുന്നതോ ഇപ്പൊ എന്റെ ചുറ്റും എനിക്ക് അറിയാവുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. എനിക്ക് ചിലപ്പോൾ ചെന്നിട്ടൊന്ന് ഭയങ്കരമായിട്ട് ഒന്ന് പ്ലീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അവര് എന്തെങ്കിലും ചെയ്തു തരുമായിരിക്കും. പക്ഷെ എനിക്കത് സമ്മതിക്കത്തില്ല. കാരണം അവരെല്ലാം എന്നെ സംബന്ധിച്ച് എന്റെ സുഹൃത്തുക്കളാണ്. അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പൊ എന്റെ ചുറ്റുമുള്ളവർ ഇനി അങ്ങനെ ആയിരിക്കുമോ ചിന്തിക്കുന്നതെന്ന് വെച്ച് ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. ഐ വിൽ സ്റ്റെപ്പ് അപ്പ്. അത് എന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരാൾ വീഴുമ്പോൾ കൈപിടിക്കാൻ പറ്റിയാൽ അത് ഒരു 1-2 പേരാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ബേസിക്കലി. ഓക്കെ, ഇതിനോട് അത് സത്യമാണ് കേട്ടോ, അത് ഞാൻ പറയാം. സോ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഒരു വ്യക്തിനെ ശ്രുതി ജീവിതത്തിൽ എടുക്കുമ്പോൾ നമ്മൾ എത്ര ആളുകളായിട്ട് ഭയങ്കര കമ്പനിയാന്ന് പറഞ്ഞാലും നമ്മൾ ഏറ്റവും ഇൻസൈഡ് പേഴ്സൺസ് ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രുതിക്ക് ലൈഫിൽ നിർബന്ധമായി വേണം എന്നുള്ള ക്വാളിറ്റി ഉണ്ട്.
വിശ്വാസമാണ്, ലോയലിറ്റി. ബിക്കോസ് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും ഒരു ബെസ്റ്റ് ബഡിയാണ് ഞാൻ. എന്ന് വെച്ചാൽ അത് ഞാൻ എക്സാമ്പിൾ പറയാനുള്ള എൻ്റെ സർക്കിളിലും അതെ. പക്ഷേ ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, എൻ്റെ ബ്രദർ ഞാനുമായിട്ട് 5 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം അതൊരു 5 വയസ്സ് വ്യത്യാസമുള്ള പിള്ളേരാണ്. അപ്പം ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇസ് ദാറ്റ് മച്ച്. പക്ഷെ ഈവൻ അവരുടെ ഗേൾ ഫ്രണ്ട്സിനെ പറ്റിയാണെങ്കിലും അവരുടെ സെക്ഷൽ ലൈഫ് ആണെങ്കിലും അവരാദ്യം വന്ന് ധൈര്യത്തോടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ അടുക്കലാണ്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രസ്റ്റ് കൊടുക്കുന്നതാണ്. ബിക്കോസ് അവർ വന്ന് പറയുന്ന സാധനം അതിൻ്റെ അപ്പുറത്ത് പോകത്തില്ലെന്നും ഞാൻ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങനൊരു സ്പേസ് ആണ്. ഈവൻ അവർക്ക് വരെ, ഈവൻ അവരെൻ്റെ ബ്രദേഴ്സാണ്, ഒരു ആംഗ്ലമാർക്ക് വരെ ഇവരുടെ സെക്ഷുവാലിറ്റി തൊട്ട് എന്തും എൻ്റെ അടുക്കയിൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ളൊരു സ്പേസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എക്സ്ട്രീം ആയിരിക്കും. അപ്പൊ അതിനെയും മറികടന്ന് എൻ്റെ അടുക്കൽ ഒരു കള്ളത്തരം പറയുന്നത്, ഞാൻ ഒന്നിലും ജഡ്ജ് ചെയ്യാത്ത ഒരാളാണ്. ഇഫ് യു ആർ ലെസ്ബിയൻ, ഗേ, എന്താണെങ്കിലും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഐ സീ എ ഹ്യൂമൻ ബീങ്. അപ്പുറത്ത് നിൽക്കുന്നത് ഒരു മനുഷ്യനാണോ, നമ്മളോട് സ്നേഹമുണ്ടോ, തിരിച്ചു എനിക്ക് സ്നേഹമുണ്ട്, അങ്ങനത്തെ ഒരാളാണ്. പിന്നെ എൻ്റെ മെന്റൽ പീസിനെ ഉപദ്രവിക്കാത്ത ഒരാളാണോ, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതാണ് എൻ്റെ ഒരു ബേസിക് കാറ്റഗറി. പക്ഷെ എൻ്റെ ഈ ലോയലിറ്റി വേണം എന്നുണ്ടെങ്കിൽ അത് ഏൺ ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് എനിക്കിപ്പം നീ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ പരന്ന് കിടക്കായിരിക്കും. പക്ഷെ എൻ്റെ ക്ലോസ് സർക്കിൾ വളരെ കുറച്ച് പേരാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരാൾ കള്ളമാണ് പറയുന്നതെങ്കിൽ ഫാർ അപ്പാർട്ട് എനിക്ക് അറിയാമായിരിക്കും. ഞാൻ പക്ഷെ അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കും. ഏതുവരെ പോവും, നമ്മളെ ഏതുവരെ യൂസ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. നമ്മളൊരു യൂസ് ചെയ്യുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് അടിയിടേണ്ട കാര്യമൊന്നുമില്ല. കട്ട് ഇറ്റ് ഓഫ്. ഞാൻ ആ പോയിന്റിൽ അപ്പം തന്നെ പറയും സോറി. അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ലോയലിറ്റിയാണ്. സത്യസന്ധമായി ഇരിക്കുക. അത് ഞാൻ പേഴ്സണലി എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛനെയും പറയത്തില്ല. അമ്മയുടെ അച്ഛനോട് ഞാൻ കള്ളം പറയാറുണ്ട്. കാരണം അല്ല, സത്യം നിങ്ങളെല്ലാവരും പറയാറില്ലേ? ഡെഫിനറ്റ്ലി. കാരണം അത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കള്ളം പറയുന്നതെന്ന് പറയുമ്പോൾ പിന്നെ നീ കള്ളം പറയത്തില്ലേ? പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ അമ്മേൻ്റെ അടുക്കൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഞാൻ ഇതുപോലെ മൈസൂർ പോയിട്ടുണ്ട്. എന്തിനാ? മറ്റേ ഗോൾഗപ്പ കഴിക്കാൻ ഫസ്റ്റ് ഇയറിൽ. അപ്പം ഇതിൽ ഞാൻ കള്ളം പറഞ്ഞിട്ടാ പോയെ. ഞാൻ പറഞ്ഞത് ഈ ഹോസ്റ്റലിന്റെ അപ്പുറത്തെ കടയിൽ പോവാന്നാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ വയനാട് നിന്ന് മൈസൂർ പോയി. അപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു, കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ വയനാട് നിന്ന് മൈസൂർ പോകുന്ന അത്രയും സമയം അല്ലെ ഒരു 150 കോള് വരും. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് വേവലാതി ആയിരിക്കും. അപ്പം എനിക്ക് ന്യൂ ജനറേഷനോട് പറയാനുള്ളത് ദാറ്റ് ഈസ് ഫൈൻ. കാരണം എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യും, എൻ്റെ പിള്ളേർ എന്നോട് ഡെഫിനറ്റ്ലി ചെയ്യും. അത് ചെയ്യാതിരിക്കാൻ മാക്സിമം, അതാണ് ഞാൻ ഇത് പറയുന്നത്. എൻ്റെ പിള്ളേർ ഇത് ചെയ്യരുത് പ്ലീസ്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് പോയിക്കോളൂ, ഐ ഡോണ്ട് കെയർ. എനിക്കൊരു പ്രശ്നമില്ല. എന്നെ വിശ്വസിക്കാം. അമ്മാതിരുന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ തന്നെ പൈസ തന്നു വിടും. അതുകൊണ്ട് പ്ലീസ്. അപ്പം അതാണ് അവർ കൺസേൺ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ ഇന്നേ വരെ ചെയ്ത ഒരു കാര്യവും എൻ്റെ അനിയൻ അറിയാത്തതില്ല. അത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, ഇവരോട് നമ്മൾ പറഞ്ഞിട്ട് പോകണം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ പോകുന്ന വഴിക്ക് എന്തും സംഭവിക്കാം. നമുക്കൊരു ആക്സിഡന്റ് ആവാം, നമ്മൾ മരിച്ചു പോവാം, നമ്മൾ എവിടെയെന്ന് അറിയാതാവാം, നമ്മൾ മിസ്സിങ് ആവാം, കിഡ്നാപ്പ് ചെയ്യാം, എന്തും സംഭവിക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് അറിയാവുന്ന ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ വേണം. അവിടെ പറഞ്ഞിട്ട് പോവാം. നമ്മളിപ്പോ കാണാതെ പോയി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടേ അല്ല പിച്ചെടുക്കേണ്ടി വരും റോഡിരുന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളോട് പറയാം. അതുകൊണ്ട് കള്ളം പറയില്ല എന്നല്ല. ഞാൻ അച്ഛനോടും അമ്മേനോടും അവർക്ക് വിഷമമാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ അവർക്ക് വിഷമമാകും, അല്ലെ അവർക്ക് മനസ്സിലാവില്ല എന്ന് കരുതി പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഡിപ്രഷന്റെ കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എന്നാലും മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അടി കിട്ടും, എന്തിനാണ് വെറുതെ അടി വാങ്ങിക്കുന്നത്? ലുക്ക്, ഇതൊക്കെ ബേസിക്കലി ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ഫ്രണ്ട് സർക്കിളിൽ വരുമ്പം അതിൻ്റെ യാതൊരു ആവശ്യമില്ല. എടാ, ഞാൻ നിന്നിപ്പോൾ എന്തിനാണ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്? എനിക്ക് എന്തൊരു കാര്യവും, അതായത് എൻ്റെ വീട്ടുകാരോടോ എൻ്റെ കുടുംബക്കാരോടോ പറയാൻ പറ്റാത്ത എന്തൊരു കാര്യവും നിന്നോട് ഷെയർ ചെയ്യാൻ പറ്റണം. ആ ഒരു സ്പേസാണ് ഞാൻ കൊടുക്കുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് എൻ്റെ എന്നല്ല, എല്ലാവരും അങ്ങനെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ദെൻ ഇറ്റ്സ് ഫൈൻ അല്ലേ? നമ്മൾ എന്തിനാണ് വെറുതെ അതിനകത്ത് കള്ളം വെച്ച് അവിടെ ഒരു പ്രഷർ എനിക്ക് പറ്റത്തില്ല. അത് പ്രഷർ സത്യമായിട്ടോ. അവള് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ ഷോട്ടിന്റെ മുന്നേ ടെൻഷൻ അടിച്ചിട്ട് ഇടി ഞാനിപ്പോ നീ അതെന്തൊക്കെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിലൊക്കെ എന്നോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയാം കുറച്ച് കരുണ കാണിക്കും.
അത്ര കെയർ ഫ്രീ ആണ് നീ പല കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നമ്മളിപ്പോ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വെച്ചിട്ട് കെയർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വഴിവിട്ട് പോകും. നമുക്ക് അന്നം തരാൻ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് ബാക്കി കാണുന്നവരെല്ലാം പൊട്ടന്മാരാണെന്നൊക്കെ വിചാരിക്കുക, നമ്മളാണ് അവിടുത്തെ രാജാവെന്നൊക്കെ വിചാരിക്കുക. സംഭവം അല്ലെങ്കിൽ കൂടെ നമുക്കൊരു സ്ട്രെങ്ത് കിട്ടും. അതാണ് ഞാൻ നീ പറഞ്ഞത്, നീ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നീ ഫസ്റ്റ് പറഞ്ഞപ്പോഴും അച്ചടി ഭാഷ ദാറ്റ്സ് ഫൈൻ, അതിങ്ങനെ രസകരമാക്കാന്നുള്ളത് നീ ബോധർ ചെയ്യാന്നല്ലാതെ അതിനി അവരെന്ത് വിചാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നത്. അതിപ്പോ നമ്മൾ എങ്ങനെ നടന്നാലും കുറ്റം കണ്ടുപിടിക്കും. ഇപ്പം മദർ തെരേസ ഒക്കെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ട്രോൾ ഇട്ട് ചത്തോ അവര്. അങ്ങനെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്നത് ദാറ്റ്സ് ഫൈൻ. എന്താ ഗൈസ് വാട്ട് ഹാപ്പൻ? സീരിയസ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാം. ആസ് എ ഒരു ലേഡി ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേ എന്തെങ്കിലും ഒരു സാധനം നിർബന്ധമായിട്ടും ഉണ്ടായേ പറ്റൂ ഇൻഡസ്ട്രിയിൽ നിൽക്കാന്ന് തോന്നിയിട്ടുണ്ടോ? ബിക്കോസ് സിൻസ് ഹേമ കമ്മിറ്റി കേം സോ മെനി ഇഷ്യൂസ് തോന്നുന്നു. ഞാനൊരു മനുഷ്യ ക്വാളിറ്റിയാണ് ചോദിച്ചത്, എക്സ്റ്റേണൽ അല്ല. എനിക്ക് തോന്നുന്നു നീ ഏത് പെർസ്പെക്റ്റീവിലാണ് ചോദിച്ചത്? ഇന്റേണലി ഞാൻ പറഞ്ഞല്ലോ, പാടാണല്ലോ, ഒരു ഭയങ്കര എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഫിസിക്കലി ആണ് പലരും നോക്കി കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ ദർ ഇസ് വൺ തിങ് ദറ്റ് ഇത് ഉണ്ടായാലേ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പ്രത്യേകിച്ച് ഒരു ലേഡി ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായെന്ന് എനിക്ക് ഇത്രയും ഒരു ജേർണിയിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ പലതും? എല്ലാ കാര്യത്തിലും വേടാ. അത് ലേഡി എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞില്ല, ഐ ഫെൽറ്റ് ഇറ്റ്. എനിക്കിപ്പോ രണ്ട് സൈഡിലും അറിയാവുന്നവരുണ്ട്. മെന്നിലും സ്ട്രഗിൾ ചെയ്യുന്നവരെ അറിയാവുന്നവരുണ്ട്, ഫീമെയിലും സ്ട്രഗിൾ ചെയ്യുന്നവരെ അറിയാവുന്നവരുണ്ട്. ഈ ഹേമ കമ്മിറ്റിയിൽ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിന് മുന്നേ കൊടുത്തൊരു ഇന്റർവ്യൂവിലെ കാര്യം പൊക്കിക്കൊണ്ട് വന്നായിരുന്നു. അത് സത്യം പറഞ്ഞ ഹേമ കമ്മിറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞ സാധനം വാസ് കറക്റ്റ്. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നോ പറയുന്ന പോലെ ഇരിക്കും, അത് പറയാത്തവരെയും എനിക്കറിയാം. അപ്പം ഈ പറയുന്ന പോലെ സ്ട്രഗിൾ ഈസ് റിയൽ. നമ്മള് ഒരു പ്രത്യേക ഫിസിക്കലി വേണം. അല്ല ഇപ്പൊ എനിക്ക് നീ നേരത്തെ പറഞ്ഞതുപോലെ മൈ ജേർണി വാസ് ഫാർ ഫ്രം ദാറ്റ് 2016. പക്ഷെ ഇവിടെ എത്തിയിട്ട് പോലും ഇത്ര ഫ്ലഡഡ് ആയിട്ട് മൂവീസ് കാണുന്നുണ്ടോ? ഇല്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ചിലത് എനിക്ക് പറയാൻ പറ്റുന്നതാവും, ചിലത് പറയാൻ പറ്റാത്തതായിട്ട് എന്റെ സ്വഭാവത്തിന് അങ്ങനെ വരാറില്ല. കാരണം ഞാൻ പറയുമ്പോഴേ ഒത്തിരി അതാ അങ്ങനെ ഒരു പേടിയുള്ളത് തോന്നുന്നു. പക്ഷെ എനിക്ക് സർക്കിളിൽ അറിയാവുന്നവരുണ്ട്, ആൺകുട്ടികളോട് ഇങ്ങനെ ചോദിച്ചത് അറിയാവുന്നവരുണ്ട്. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ, നമ്മുടെ മറ്റേ ഈ പറയുന്ന പോലെ 30 to 28, 34 എന്ന് പറയുന്ന ഫിഗർ ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷെ അതല്ല ഇൻഡസ്ട്രിയിലെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് എന്താണോ തോന്നുന്നത് അതേ നടക്കുള്ളൂ. അതാണ് ശരി. അതായത് കയ്യിൽ കാശുണ്ടോ, അവർക്കൊരു സെറ്റ് ഓഫ് ഗ്യാങ് ഉണ്ടോ, അവിടെ എന്താണ് തോന്നുന്നത് അതാണ് ശരി. അല്ലാതെ വരുന്ന ഇപ്പൊ ഒരു DOP ആണെങ്കിലും ഒരു ഡയറക്ടർ ആണെങ്കിലും ഹൂവർ ഇറ്റ് ഈസ്, ആർട്ടിസ്റ്റ് എന്നല്ല പറയുന്നത്, ഇറ്റ് ഈസ് എ സ്ട്രഗിൾ. അവിടെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കാറ്റഗറൈസ് ചെയ്ത് അവർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുണ്ടോ? എങ്കിൽ പടമുണ്ട്. നിങ്ങൾക്ക് അതുണ്ടോ? എങ്കിൽ പടമുണ്ട് എന്നുള്ളത്. ഈവൻ പ്രൊഡ്യൂസേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്കറിയാം. കാരണം പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ കാശുണ്ട്, ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഇല്ല, അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കും, ഒരു ഡിമാൻഡും വെക്കാതെ ഞങ്ങൾ കുറച്ചുപേരും ഇവിടെ ഞങ്ങൾക്കൊക്കെ തന്നൂടെ എന്ന് പറഞ്ഞിട്ട്. ബട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം, ഞാനിപ്പോ ഒരു 5 മൂവീസോളം ചെയ്തിട്ടുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു പത്മയാണ് അതിനകത്ത് കുറച്ചുകൂടെ റെക്കഗ്നൈസേഷൻ വന്നത്. പിന്നെ മീര ചേച്ചിയുടെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്റെ കാലിബർ കാണിക്കാനുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഐ ഓൾവേസ് തോട്ട് ദാറ്റ് അതെന്താ അവർക്ക് അങ്ങനെ ഒന്നും തോന്നാത്തെ. ഓക്കെ, ഇത്രയും എക്സ്പോഷർ. ഇപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിനക്ക് ഇത്രയും ഫെയിം ആയില്ലേ, അപ്പൊ നിനക്ക് പറ്റിയൊരു ക്യാരക്ടർ തരണ്ടേ, അതുകൊണ്ട് തരുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് എന്താണ് ഇങ്ങനെ എന്നുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ പേഴ്സണൽ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ബ്രേക്ക് ചെയ്തിട്ട് ഇതിനു വേണ്ടിയിട്ട് എന്തും എന്നുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വരുന്നതൊക്കെ വരും, വരാത്തതൊക്കെ വരണ്ട എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം ഗീവ് അപ്പ് ചെയ്തൊരു പോയിന്റിലാണ് എനിക്ക് ചക്കപ്പഴം കിട്ടിയത്. സോ സ്ട്രഗിൾ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലോ ഡേയ്സ് ഉണ്ട്. ഈ പറയുന്ന എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പം ആ ലോ ഡേയ്സ് നമ്മൾ ഇന്നൊരു ദിവസം മാത്രം, നാളെ ഒരു ദിവസം ഭയങ്കര ഹൈക്കായിരിക്കും. അതാണ് ഈ ഹൈക്ക് വരുമ്പോഴും നമുക്ക് തലയിൽ കയറാൻ പാടില്ല. ഇത് വീണ്ടും ഇടിഞ്ഞ് താഴെ വീഴും എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ദാറ്റ്സ് ഫൈൻ. നമുക്കുള്ളതാണെ കറങ്ങി തിരിഞ്ഞ് കൊണ്ടുവരും.